പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകത്തെ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ബലഹീനരും പാപികളുമായ നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും കരുണകളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥ വായന പരമ്പരയിലെ ഇന്നത്തെ വായനകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മോഡറേറ്റേഴ്സിനെയും ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നവരെയും ഇതിൽ പങ്കാളികളായിരുന്നവരെയും ദൈവസന്നിധിയിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളെ സംബന്ധിക്കുന്ന ചില ചിന്തകളും പരിഭാഷയിലെ വ്യതിയാനങ്ങളും കൃത്യതകളുമൊക്കെ പരിശോധിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ്: അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. ഇത് ഞാൻ പഴയ പരിഭാഷയാണ് ഇവിടെ വായിച്ചത്. വന്യ കണിയാമ്പറമ്പിൽ ആർച്ച് പരിഭാഷ ഞാനിവിടെ വായിക്കാം. ഇവയ്ക്ക് ശേഷം സംഭവിച്ചത്, ആ ആമുഖം മറ്റതിലില്ല. യേശു നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി നടന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട്, അതിലെ ഗ്രാമങ്ങൾ എന്നുള്ള പരാമർശം നമുക്ക് പഴയ പരിഭാഷയിൽ കാണുന്നില്ല. എന്നാൽ POCയിലും വിശുദ്ധ ഗ്രന്ഥ പരിഭാഷയിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എന്ന് കാണുന്നുണ്ട്. പെഷിത്ത സുറിയാനിയിൽ നമ്മളത് കാണുന്നത് ബംദിത്തോ വബ് കുറിയോ എന്നാണ്. അപ്പോൾ കുറിയോ എന്നൊക്കെ പറയുമ്പോൾ ഗ്രാമങ്ങൾ എന്നാണ്. അതിൽ നിന്നാണ് കോറപ്പിസ്കോപ്പ എന്നുള്ള പദമുണ്ടാകുന്നത്. അപ്പോൾ ഗ്രാമങ്ങൾ എന്നുള്ള പദപ്രയോഗം പഴയ പരിഭാഷയിൽ ഇല്ല എന്നുള്ളത് അത് പരിഭാഷയിലെ ഒരു കുറവായിട്ടാണ് കാണുന്നത്. ഇനിയും എന്താണ് ഇവിടെ ആരംഭിക്കുന്നത്? ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷിച്ചു കൊണ്ടിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷീകരണമാണ് കർത്താവ് നടത്തുന്നതായിട്ട് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത വാക്യം അതിൻ്റെ പരിഭാഷയിലെ കുറവ് കൊണ്ടല്ല, അതിൻ്റെ ഒരു പ്രത്യേക പ്രാധാന്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പന്തിരുവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് 12 സ്ലീഹന്മാർ. അത് സുറിയാനിയിൽ ത്രേസാർ സ്ലീഹെ എന്ന് പറയും. അതായത് 12 സ്ലീഹന്മാരും പിന്നെ രോഗങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും സൗഖ്യമാക്കപ്പെട്ട സ്ത്രീകളും 7 ഭൂതങ്ങൾ അവളിൽ നിന്ന് പുറത്തുപോയ മഗ്ദലയിത്ത എന്ന് വിളിക്കപ്പെട്ട മറിയാമും. ഇനി സ്ത്രീകളുടെ ഒരു പരമ്പരയാണ് ഇവിടെ കാണുന്നത്. ഹെറോദേസിന്റെ ഭവനവിചാരകനായ കൂസായുടെ ഭാര്യ യോഹന്നായും ശൂശാനും വീണ്ടും അവിടെ കൊണ്ട് തീരുന്നില്ല, തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു വന്ന മറ്റു വളരെ സ്ത്രീകളും ഉണ്ടായിരുന്നു.
ഇത് വളരെ വിപ്ലവകരമായ ഒരു ആശയമാണ് ലൂക്കോസ് ഇവിടെ അറിയിക്കുന്നത്. കർത്താവിൻ്റെ സമകാലീനന്മാരായ എഴുത്തുകാരോ സമൂഹമോ ഒന്നും സ്ത്രീകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ സാന്നിധ്യത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് വിശദീകരിക്കാറില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ലൂക്കോസ് ഈ സ്ത്രീകളെ അവതരിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മുഴുവനായും സ്ത്രീകൾക്ക് ഉചിതമായ പ്രാതിനിധ്യം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റു സുവിശേഷങ്ങളിലും ഉണ്ട് എങ്കിൽ പോലും വിശുദ്ധ ലൂക്കോസ് അത് സ്ത്രീകളുടെ സാന്നിധ്യം പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ ഇത് അസാധാരണമായ ഒരു സമകാലീന രേഖയാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അവരെ പുരുഷ മേധാവിത്വത്തിന്റെ ഒരു വക്താക്കളായിരുന്നു. എന്നാൽ പുതിയ നിയമം അല്ലെങ്കിൽ കർത്താവ് വന്നപ്പോൾ പ്രകടിപ്പിച്ച ആ മനോഭാവത്തെ വിശുദ്ധ ലൂക്കോസ് ഇവിടെ വളരെ പ്രകീർത്തിച്ച് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ കണ്ടു കഴിഞ്ഞ ആദ്യ അധ്യായങ്ങളിലെ വിവരണങ്ങളും. അവിടെ മറിയാമിന് നൽകുന്ന പ്രാധാന്യം, എലിസബത്തിന് നൽകുന്ന പ്രാധാന്യം, ഹന്നായ്ക്ക് നൽകുന്ന പ്രാധാന്യം, ഇങ്ങനെ സുവിശേഷങ്ങളിൽ പൂർണ്ണമായിട്ടും നമുക്ക് ലൂക്കോസ് നൽകുന്ന ഈ പ്രാധാന്യത്തെ നമുക്ക് വളരെ ആദർശപരമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എടുത്തു പറയുന്ന ഒരു സമൂഹം ആളുകളുണ്ട്. സാധാരണഗതിയിൽ ഉപദേഷ്ടാക്കന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ആദരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പുരുഷന്മാരാണ്. അഥവാ സ്ത്രീകൾ കൊടുത്താലും സ്ത്രീകളുടെ പേരിലല്ല അത് വരവ് വെക്കുന്നത്, പുരുഷന്മാരുടെ പേരിലാണ്. അതിൻ്റെയൊക്കെ ചില വാഞ്ചനകൾ നമ്മുടെ സഭയിലും ഉണ്ട്. ഞാനൊരു പള്ളിയിലെ ഇടവക രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോ ചില ഭവനങ്ങളിൽ പ്രായമുള്ള ഗ്രഹനാഥയായ അമ്മമാരുണ്ടായിട്ടും അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയിരുന്നവരായിട്ട് പോലും പ്രായത്തിൽ വളരെ കുറവായിട്ടുള്ള ആ ഭവനത്തിലെ പുരുഷന്റെ പേരാണ് ഗ്രഹനാഥനായിട്ട് വെച്ചിരിക്കുന്നത്. ചില വീടുകളിലൊക്കെ യഥാർത്ഥത്തിൽ ഗ്രഹനാഥനല്ല, ഗ്രഹനാഥയാണ്. പക്ഷെ ഈ ലൂക്കോസിന്റെ ഈ തുറവി നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും എത്തിയിട്ടില്ല. അടുത്ത കാലത്താണ് നമ്മുടെ സഭ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മളോട് നിർദ്ദേശിക്കുന്നത് 30% സ്ത്രീ സാന്നിധ്യം നമ്മുടെ മാനേജിങ് കമ്മിറ്റികളിൽ ഉണ്ടാകണമെന്ന്. പക്ഷെ പല സ്ഥലങ്ങളിലും അത് നടപ്പാക്കിയില്ല. അത് ആവശ്യമില്ലാത്തതാന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ 2023 ഈ മനോഭാവവും വെച്ചുകൊണ്ട് വേണം നമ്മൾ ലൂക്കോസിന്റെ ഈ പ്രതിപാദ്യത്തെ മനസ്സിലാക്കുവാൻ. സ്ത്രീകൾക്ക് നൽകുന്ന ആ പ്രാധാന്യം, അതുപോലെ കർത്താവ് വിധവകൾക്ക് നൽകുന്ന ആ പ്രാധാന്യത്തെ സംബന്ധിച്ചും ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. വിധവയുടെ ചില്ലിക്കാശിന് മറ്റാരുടെയും സമ്പന്നതയേക്കാൾ വലിയ സ്ഥാനം നൽകുന്നതൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ സഭയെ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെ
സഹായിച്ച സ്ത്രീകൾ അതെടുത്ത് പറയുന്നുണ്ട്. തങ്ങളുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു വന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്ത്രീകളുടെ സാന്നിധ്യവും നേതൃത്വവും അവർക്ക് നൽകുന്ന പ്രാധാന്യവുമെല്ലാം നമുക്ക് ആ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുടെയും ഒരു വലിയ സംഘം കർത്താവിനോടൊപ്പം ഗലീല മുതൽ യെറുശലേം വരെ അനുഗമിക്കുന്നതായിട്ടും അവരുടെ യാത്രയിലുള്ള കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണുന്നത് 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയുള്ളതായ ഭാഗത്ത് വിവരിക്കുന്ന വിതയ്ക്കാരന്റെ ഉപമയാണ്. അപ്പോൾ വിതയ്ക്കുന്നവന്റെ ഉപമയെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പോൾ ആ കാരണം അവിടെ അത് നമ്മൾ അറിയാവുന്ന പല കാര്യങ്ങളുമാണ്. ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു കാര്യം 8-ാം വാക്കിലുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. വഴിയരികെ വീണുപോയ വിത്ത് ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. അതൊരു വല്ലാത്ത വിചിത്ര പ്രയോഗമാണ്, പറവജാതി. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് കണിയാമ്പറമ്പിൽ കോർപ്പിസ്കോപ്പ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു, അവ ചവിട്ടപ്പെടുകയും പക്ഷി കൊത്തിത്തിന്നുകയും ചെയ്തു. അപ്പോൾ പറവജാതി എന്നൊക്കെയുള്ള വികലപ്രയോഗം മാറി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. മുള്ളിനിടയിൽ വീണത്, അതേ തുടർന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. മർമ്മം എന്നുള്ള വാക്ക് ദൈവ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കാകുന്നു വരം നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് കർത്താവ് പറയുന്നത് തൻ്റെ അപ്പോസ്തലന്മാരോടാണ്. അപ്പൊ അവരോട് പറയുകയാണ്, ഈ ഉപമ എന്താകുന്നു എന്ന് ശിഷ്യന്മാർ തന്നോട് ചോദിച്ചു. താൻ അവരോട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഭാവിയിലും ലഭ്യമാകാൻ പോകുന്ന ആ മിസ്റ്ററിയെ സംബന്ധിച്ചുള്ളതായ ആ ഒരു നിയോഗം കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്കവിടെ 14-ാം വാക്യത്തിലേക്ക് പോയാൽ, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ എന്നാണ് പഴയ പരിഭാഷ. എന്നാൽ നമുക്ക് 14-ാം വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. മുള്ളുകൾക്കിടയിൽ വീണതാകട്ടെ, അവർ വചനം കേൾക്കുന്നു, എന്നാൽ ചിന്താകുലതയാലും ധനത്താലും ലോകമോഹങ്ങളാലും ഞെരുക്കപ്പെടുന്നത് മൂലം ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ അവിടെ ചിന്തകളാലല്ല, ചിന്താകുലതകളാൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകറ്റുന്നതും വചനത്തിന്റെ ശക്തിയിൽ നിന്ന് മാറ്റുന്നതും നമ്മുടെ ആകുലതകളാണ്. ആകുലതകൾ നിഷ്ഫലമാണ്, നിഷ്പ്രയോജനമാണ്, അത് ദോഷം നൽകുന്നതാണ്. മാത്രവുമല്ല, ആകുലതകൾ ഉണ്ടാകുന്നത് ദൈവ നടത്തിപ്പിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ്. ദൈവ നടത്തിപ്പിലാണ് എങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളിലും ആകുലതയുടെ ആവശ്യമില്ല.
എന്നെ ദൈവം നടത്തുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പ്രയാസകരമായത് വന്നാലും ദൈവത്തിൽ ആശ്രയിച്ചതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ചിന്തകളാലല്ല, ചിന്താകുലതകളാലും ലോകമോഹങ്ങളാലും, അതിന് പറയുന്നത് സംസാര ഭോഗങ്ങളാലും എന്നാണ്. സംസാരം എന്ന് പറഞ്ഞാൽ ലോകം എന്ന അർത്ഥമുണ്ട്. ലോക മോഹങ്ങളാണ്. ലോക ഭോഗങ്ങളെന്ന് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലൗകിക മോഹങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇനിയും നല്ല നിലത്ത് വീണതോ, അതായത് 15-ാം വാക്യം. 15-ാം വാക്യത്തിൽ പറയുന്നു, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അതാണ് പഴയ പരിഭാഷ. എന്നാൽ പുതിയ വിശുദ്ധ ഗ്രന്ഥ പരിഭാഷ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല നിലത്ത് വീണതോ നിഷ്കളങ്കവും ഉത്തമവുമായ ഹൃദയത്തോടെ വചനം കേൾക്കുകയും അത് സംഗ്രഹിക്കുകയും ക്ഷമയോടുകൂടി ഫലങ്ങൾ നൽകുന്നവരുമാകുന്നു. അവിടെ ക്രിസ്ത്യൻ വെർച്യൂസ് വളരെ കൃത്യമായിട്ട് സുറിയാനി പെഷീത്തായിൽ അത് എടുത്ത് പറയുന്നുണ്ട്. അത് ഗുണമുള്ള നല്ല ഹൃദയം എന്നൊക്കെ അല്ല അവിടെ. അതിൻ്റെ വളരെ വേഗമായിട്ടാണ് ഇതിൻ്റെ പരിഭാഷ. നിങ്ങൾ ഒന്നുകൂടെ അതെടുത്ത് ശ്രദ്ധിക്കുക. നിഷ്കളങ്കവും ഉത്തമവുമായ ഹൃദയത്തോടെ വചനം കേൾക്കുകയും അത് സംഗ്രഹിക്കുകയും ക്ഷമയോടുകൂടി ഫലങ്ങൾ നൽകുന്നവരുമാകുന്നു. അപ്പോൾ ദൈവവചനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നത് നിഷ്കളങ്ക മനസ്ഥിതി, ഉത്തമമായ ഹൃദയം, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ക്ഷമയോടുകൂടി ഫലങ്ങളെ പുറപ്പെടുവിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ക്രിസ്തീയ വ്യക്തതകളും വെർച്യൂസ്, നന്മകളും അവിടെ ഉൾക്കൊള്ളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും 16 മുതലുള്ള വാക്യങ്ങളിൽ 18 വരെയുള്ളത് കർത്താവ് പ്രയോഗിക്കുന്ന ഒരു ഉപമയാണ്. ആ ഉപമയിൽ വിളക്കിനെ സംബന്ധിച്ചുള്ള ഒരു ഉപമയാണ്. ആരും വിളക്ക് കത്തിച്ചിട്ട് അതിനെ പാത്രം കൊണ്ട് മൂടി വയ്ക്കുകയോ കട്ടിലിന്റെ കീഴിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണേണ്ടതിനെ വിളക്ക് തണ്ടിന്മേൽ വയ്ക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അന്നത്തെ പശ്ചാത്തലം കണ്ടേ ഇത് പറയാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിളക്ക് തിരി താഴ്ത്തി പാത്രം കൊണ്ട് മൂടി വെക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അതായത് ഈ തീപ്പെട്ടിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അക്കാലത്ത് വീടുകളിലെല്ലാം നെരിപ്പോടുണ്ട്. അതായത് തീ കത്തിക്കാൻ വേണ്ടി ഒരു ഉമ്മിയോ അതുപോലെയുള്ള നീറി കെട്ടുപോകാത്ത കിടക്കുന്ന ആ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു തീ സംരക്ഷണമാണ് ഈ നെരിപ്പോടെന്ന് പറയുന്നത്. ഇതുകൂടാതെ വിളക്ക് കെട്ടുപോയ സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി അതിൻ്റെ തിരി വളരെ ചെറുതാക്കി എണ്ണ നഷ്ടപ്പെടാതെ വെച്ചിട്ട് അത് കാറ്റടിച്ച് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി അതൊരു കിഴുത്തയുള്ള പാത്രം കൊണ്ട് അടിയിൽ നിന്ന് വായു കയറി അത് കത്തുകയും ചെയ്യാവുന്നത് പോലെ അത് മൂടി സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കുന്നത് സന്ധ്യയ്ക്ക് ഒരു വീട്ടിൽ വെളിച്ചം ആവശ്യമുള്ളിടത്തല്ല അങ്ങനെ വെക്കുന്നത്. വെളിച്ചം ഉപയോഗിക്കപ്പെടേണ്ടതിനായി സംരക്ഷിക്കുന്നിടത്താണ്. അപ്പോൾ അത് പാത്രം കൊണ്ട് മൂടി വെക്കുകയോ കട്ടിലിന്റെ കീഴെ കയറ്റി വയ്ക്കുകയോ ചെയ്യുന്നത് ആ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്.
എന്നാൽ വെളിച്ചത്തിന്റെ പ്രയോജനം കിട്ടുന്നത് അത് തണ്ടിന്മേൽ പ്രകാശിക്കുമ്പോഴാണ്. വിളക്ക് കൊളുത്തി എല്ലാവർക്കും പ്രകാശം കാണേണ്ടുന്നത് തണ്ടിന്മേൽ വെക്കുക. കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ നല്ല നിലത്ത് വീഴുന്ന ആ വിത്ത് മുളച്ച് അത് നിഷ്കളങ്കമായി ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് വെളിച്ചം പ്രകാശിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ വെളിച്ചത്തെ വചനമായിട്ടാണ് കർത്താവ് പറയുന്നത്. ആ വചനം നമ്മൾ ഓരോരുത്തരിലൂടെയും പുറത്തേക്ക് വരുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. അപ്പോൾ ഇത് രഹസ്യമാക്കി വെക്കാനുള്ളതല്ല, അത് തണ്ടിന്മേൽ ശോഭിക്കാനായിട്ടുള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. വീണ്ടും നമുക്ക് 18 വാക്യത്തിൽ അറിയപ്പെടാതെയും പരസ്യമാകാതെയും മറയ്ക്കപ്പെട്ടത് ഒന്നുമില്ല. വെളിച്ചത്ത് വരാതെ പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ ഇരിക്കുന്നതൊന്നുമില്ല. അവിടെ അടുത്ത് പറയുന്നത് ഈ പഴയ പരിഭാഷയിൽ ഇല്ല. അറിയപ്പെടാതെയും പരസ്യമാകാതെയും മറയ്ക്കപ്പെട്ടതും ഒന്നും ഇല്ല. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്നിടത്ത് അമ്മയും സഹോദരന്മാരും കർത്താവിനെ കാണാൻ വരുന്ന ഭാഗമാണ് 19 വാക്യം. അവൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനബാഹുല്യ നിമിത്തം അമ്മയും സഹോദരന്മാരും വന്നിട്ട് കർത്താവിനെ കാണാൻ പറ്റാതെ പുറത്തു നിൽക്കുന്നു എന്നുള്ള വിവരം കർത്താവിനോട് പറയുകയാണ്. സംസാരിപ്പാൻ അവർക്ക് സാധ്യമായില്ല. ചിലർ തന്നോട് അങ്ങയുടെ മാതാവും അങ്ങയുടെ സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു, അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. താൻ ഉത്തരമായിട്ട് ദൈവത്തിന്റെ വചനം കേട്ട് അതിനെ അനുഷ്ഠിക്കുന്നവർ എൻ്റെ മാതാവും എൻ്റെ സഹോദരന്മാരുമാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ജഡബന്ധങ്ങളല്ല, മുമ്പ് കർത്താവ് വിധക്കാരന്റെ ഉപമയിലും അതുപോലെ വിളക്കിന്റെ ഉപമയിലും സൂചിപ്പിച്ചതുപോലെ വചനത്തിന്റെ ബന്ധത്തിലാണ് സുഹൃതാനുഭവം എന്നുള്ളത് വ്യക്തമാക്കാനായിട്ടാണ്. ഈ ഭാഗം ചില വിശ്വാസ വിപരീതികൾ തെറ്റായിട്ട് പറയാറുണ്ട്. മാതാവിനൊന്നും പ്രാധാന്യമില്ലെന്ന് കർത്താവ് പറയാനായിട്ട് പറയുന്നു. ഒരിക്കലുമല്ല. ഈ വചനത്തെ ഉൾക്കൊണ്ട് വചനം സ്വീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സമർപ്പിച്ചവരിൽ ഏറ്റവും ഉദാത്ത വ്യക്തിത്വമുള്ള ആളാണ് വിശുദ്ധ മറിയാം. അപ്പോൾ ആ മറിയാമിനെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. ഈ മുമ്പ് പറഞ്ഞ ആ ഉപമകളിലേതുപോലെ വചനത്തെ യോഗ്യമായ വിധത്തിൽ ഉൾക്കൊള്ളുന്നവർ, ഞാൻ അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, വിശുദ്ധ മറിയാമിനെ പോലെ വചനത്തെ സംശയം കൂടാതെ ഉൾക്കൊള്ളുന്നവരാണ് എൻ്റെ സഹോദരങ്ങളും മാതാവുമെന്ന് കർത്താവ് അവിടെ വിശദീകരിക്കുന്നതായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായ ആ കർത്താവിൻ്റെ പ്രതിപാദനത്തിൽ നിന്ന് നാം അത് മനസ്സിലാക്കുവാൻ. ഇനി നമുക്ക് അടുത്തത് 22 മുതൽ 19 മുതൽ 22 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. അവിടെ കർത്താവ് ഒരു പടകിൽ കയറി ഗലീലയിൽ കൂടെ പോവുക. അവിടെ വചനത്തിന്റെ ശക്തിയാണ് കർത്താവ് വ്യക്തമാക്കി തരുന്നത്. അക്കരയ്ക്ക് പോകാനായിട്ട് ഗദയരുടെ നാട്ടിലേക്ക് പോവുക, അത് 26 വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ യേശു പടകിൽ ഉറങ്ങി. അപ്പോൾ വലിയൊരു കാറ്റും ചുഴലിക്കാറ്റെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തിരകൾ പടകിൽ കയറുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. അതിൽ 24 വാക്യത്തിൽ വരുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റത്
ഈ കാറ്റും പിസറും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ശ്ലീഹന്മാർ എന്താ ചെയ്തെന്നുള്ളത് ആക്ഷരികമായിട്ട് അവിടെ പറയുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാർ തന്നെ സമീപിച്ച് തന്നെ ഉണർത്തിക്കൊണ്ട് റാബാൻ റാബാൻ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ഈ പദപ്രയോഗം നമുക്ക് പഴയ പരിഭാഷയിലില്ല. റാബാൻ എന്ന് പറഞ്ഞാൽ അവർ ടീച്ചർ, ഞങ്ങളുടെ ഗുരുവേ എന്ന് വളരെ സന്ദർഭോചിതമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കാവുന്ന, അല്ലെങ്കിൽ അരമായ ഭാഷയിൽ അവർ വിളിച്ചിരുന്ന അതേ വാക്കുകൾ തന്നെ ഇവിടെ പെഷീത്ത ബൈബിളിൽ ചേർത്തുകൊണ്ടാണ് അവിടെ വിളിക്കുന്നത്. ഞങ്ങൾ നശിച്ചു പോകുന്നു. ഈ നാശത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രതിവിധി എന്താണ് എന്നാണ് കർത്താവ് ഉണർന്നിട്ട് ചെയ്യുന്നത്. അവൻ കാറ്റിനെ ശാസിച്ചു, ഓളങ്ങളെ ശാസിച്ചു, ഉടൻ ശാന്തതയുണ്ടായി. അതായത് നാശത്തിലേക്ക് പോകുന്നതിനുള്ള മറുമരുന്നെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്. അഭിമന്യ തിരുമേനി ഇന്ന് ഓർപ്പിച്ചതും അത് തന്നെയാണ്. വചനത്തിൻ്റെ ശക്തി. ആ വചനം മൂലം കർത്താവ് ശാസിക്കുകയാണ് ചെയ്യുന്നത്. വചനത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല നിലത്ത് വിതയ്ക്കുന്ന വിത്ത് പോലെ പ്രയോജനകരമായിട്ട് തീരുന്നു. ഇനിയും അതിൻ്റെ അവസാനത്തിലേക്ക് നാം വരുമ്പോൾ പഴയ പരിഭാഷയിൽ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യച്ചു. അപ്പോൾ ഇവൻ ആർ എന്നല്ല അവിടെ പറയുന്നത്. ശിഷ്യന്മാർ ഈ അത്ഭുതപരതന്ത്രരായിട്ട് നിന്നിട്ട് അവർ പറയുകയാണ്. ഞാൻ നമ്മുടെ സുറിയാനി പരിഭാഷ വായിക്കാം. അത്ഭുതപ്പെട്ടുകൊണ്ട്, അതായത് അവരോ സംഭീതരായി അത്ഭുതപ്പെട്ടുകൊണ്ട് കാറ്റിനോടും ഓളങ്ങളോടും കൽപ്പിക്കുകയും അവ തന്നെ അനുസരിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ആരായിരിക്കാം? അപ്പോൾ അവര് കർത്താവിനെ അവന്റെ ശക്തിയിൽ, അവന്റെ വചനത്തിൽ ആശ്ചര്യപ്പെട്ടിട്ട് ഇവൻ ആരായിരിക്കാം എന്ന് പറയുക. അപ്പോൾ ആ അത്ഭുത സ്തബ്ധനായിട്ട് നിൽക്കുന്ന ഈ ശ്ലീഹന്മാർക്ക് വചനത്തിന്റെ ശക്തി ആ സമയത്ത് ബോധ്യപ്പെടുകയാണ്. ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.